ഞാൻ BJPക്ക് സ്വാധീനമുള്ള തിരുവനന്തപുരത്തും പാലക്കാടും അല്ല നിന്ന് ജയിച്ചത്. സ്വാധീനം ഇനി ജനിക്കുക പോലുമില്ല എന്ന് പറയുന്ന തൃശ്ശൂരിൽ നിന്നാണ് എനിക്ക് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ആ ദൈവം കൂടെ നിൽക്കുന്നുണ്ടാണ്. ഞാനിത് പറയുമ്പോൾ എൻ്റെ കണ്ണ് നിറയരുതെന്ന് ഞാൻ നല്ല നിശ്ചയത്തോടെ പിടിച്ച് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയം നല്ലതുപോലെ തുടിക്കുന്നുണ്ട്, നല്ലതുപോലെ സങ്കടവുമുണ്ട്. എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത്. പൂരം കലക്കി, ചെമ്പ് കലക്കി, ഗോപിയാശാനെ കലക്കി, RLVയെ കലക്കി, ഇതെല്ലാം കഴിഞ്ഞ് വോട്ട് കലക്കി, ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്ത് ജയിച്ചവന്മാരാണ് ഇത്രയും കാലം നിങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ചത്ത് ശവങ്ങളെ 25 വർഷം മുമ്പ് അടക്കം ചെയ്ത ശവങ്ങളെ കൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ? എനിക്കിത്രേ നിങ്ങളോട് പറയാനുള്ളൂ. കേരളത്തിൽ ഇത്തവണയെങ്കിലും, ഇനി ഇത്തവണ വന്നില്ലെങ്കിൽ പോലും ശക്തമായ സാന്നിധ്യം നിയമസഭയിൽ അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ രക്ഷയ്ക്കായി പുതിയൊരു ഉദയം രാഷ്ട്രീയ ഭരണ സമ്പ്രദായത്തിൽ ഉണ്ടാവണം. അതിന് ദൃഢമായ നിശ്ചയം, ഇപ്പോഴുള്ള ചില നിശ്ചയങ്ങളിൽ മാറ്റം വരുത്തണം. എല്ലാം ഉടച്ച് പുതിയൊരു കാസ്റ്റിലേക്ക് ഇത് കൊണ്ടുവരണം, ഒരു ഘടനയിലേക്ക്, ഒരു രൂപത്തിലേക്ക് ഇത് കൊണ്ടുവരണമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട്. ഒരു ഡബിൾ എൻജിൻ സർക്കാർ ഇവിടെ ആവശ്യമാണ്. അതിൻ്റെ വ്യത്യാസം നിങ്ങൾ അറിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ കലിംഗ സംഗമത്തിൻ്റെ ഉദ്ദേശം ഇതേ അല്ല. പക്ഷെ ഇവരെന്തുകൊണ്ട് ഈ സംഗമത്തെ ഭയപ്പെടുന്നു? ഇതിൻ്റെ ഫലം ഇതാണെന്ന് അവർക്കറിയാം. അപ്പൊ എന്ത് വക്രം എഴുന്നള്ളിച്ചും ഇതില്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കും. അവർക്ക് വേണ്ടി കൂട്ടും നിൽക്കും. എനിക്കതിൽ വിഷമമില്ല. ഞാൻ ഇനിയും ഇത് തുടർന്നു കൊണ്ടിരിക്കും. ഇപ്പോഴും ചോദിക്കുന്നില്ലേ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് വരുമോ എന്ന്? ഇവിടെ ഇടുക്കി ജില്ലയിൽ ഒരു 8 പഞ്ചായത്തുകളിലേക്കെങ്കിലും ഇപ്പൊ തന്നെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഞാൻ എത്ര സ്ഥലത്ത് പോകും? ഞാൻ മന്ത്രിയുടെ ജോലി ചെയ്യണം. ഞാൻ ഇവിടെ നിന്നാൽ പറയും ഇയാൾക്ക് ഡൽഹിയിൽ പണിയൊന്നുമില്ല എന്ന്. ഡൽഹി പോയിരുന്നാൽ ചോദിക്കും നാട്ടിൽ കാണാനില്ലല്ലോ എന്ന്. സിനിമയിൽ അഭിനയിച്ച ഇയാൾക്ക് ഇതാ നല്ല പണി. ഈ പറയുന്നവന്മാർക്കൊക്കെ എന്ത് മൂല്യമുണ്ട്, എന്ത് ജന്മോദ്ദേശമുണ്ട് അല്ലേ? ഇതെല്ലാം നിങ്ങൾ ആലോചിക്കണം. ഞാൻ സേവനത്തിനങ്ങ് പൂർണ്ണമായിട്ട് ഇറങ്ങിയെന്ന് ഞാൻ പറയുന്നില്ല. എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്യുന്നു. അത് പക്ഷെ ഞാൻ ഉറപ്പ് വരുത്തും. അത് ഞാൻ തൃശ്ശൂർക്കാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 3 ടേമിൽ വന്ന അതാരൊക്കെയാ? CPIയുടെ ആൾക്കാരുണ്ട്, കോൺഗ്രസിൻ്റെ ആൾക്കാരുണ്ട്. അവിടെ വന്നിട്ടുള്ള MP മാരേക്കാൾ അവരെ ഔട്ട് പെർഫോം ചെയ്യുന്ന ഒരു MP ആയിരിക്കും ഞാൻ എന്നുള്ളത് അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പാലിച്ചിരിക്കും. ശ്രീ കരുണാകരനും ശ്രീ O രാജഗോപാലും കേരളത്തെ അനുഗ്രഹിച്ച പോലെ ഒരു രാഷ്ട്രീയക്കാരനും ഭരണത്തിലെത്തി ഒരു രാഷ്ട്രീയക്കാരനും കേരളത്തിന് വേണ്ടി വർദ്ധിച്ചിട്ടില്ല, ഫലവത്തായി പ്രവർത്തിച്ചിട്ടില്ല. ഇത് സത്യമാണ്. കരുണാകരൻ സാറ് എൻ്റെ പാർട്ടിക്കാരനല്ല. പക്ഷെ നമുക്ക് ചില അട്രിബ്യൂഷൻ, നമ്മളിങ്ങനെ സമർപ്പണം, അത് നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം നോക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇപ്പോഴും ആരാധിക്കുന്നത്. അല്ലാതെ പിന്നെ ഒരാൾ ആ കൂട്ടത്തിൽ ആരുമില്ല. പിന്നുള്ളത് നരസിംഹറാവു അല്ലേ? മൻമോഹൻ സിംഗ് നല്ല ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. അപ്പം അങ്ങനെ വളരെ കുറച്ച് വ്യക്തികളുണ്ട്. പക്ഷെ ഇന്ദിരാഗാന്ധിയോളം കോൺഗ്രസ്സിന് ഒരു ഉരുക്ക് വനിത എന്ന് പറയുന്നത് നമുക്ക് നിഷേധിക്കാനേ ഒക്കത്തില്ല. ഒരു വലിയ കളങ്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ആ കളങ്കത്തിൻ്റെ പേരിൽ ഉറപ്പായിട്ടും ഞാനും എതിർക്കുന്ന ആൾ തന്നെയാണ്. അത് 75-77 കാലഘട്ടത്തിലും കോളേജിൽ എതിർത്തിട്ടുണ്ട്. അപ്പം ഇതാണ് വിഷയം. എങ്ങോട്ടെങ്കിലുമൊക്കെ അങ്ങ് വരണമെന്ന് തീരുമാനിച്ച് ഒരു ദൗത്യമായി ഏറ്റെടുത്താൽ പിന്നെ എനിക്ക് പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വരും.
ഒരു മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ പോലും കുറച്ചുകൂടി സമയം ഇതിന് കിട്ടിയാണ്. ഇത് ഞാനൊരു കുറവായിട്ടോ അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടോ പറയുന്നതല്ല. ഒരു മന്ത്രി അല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എന്നെ കിട്ടിയാണ്. പക്ഷെ അത് ഞാൻ ഇനി എവിടെയും പറയത്തില്ല, എവിടെയും എഴുന്നള്ളിക്കത്തില്ല. ഇത് ഞാൻ എൻ്റെ ഒരു അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം